താങ്ക് യു മാമ, താങ്ക് യു. പിന്നെ ഈ ക്വാളിഫിക്കേഷൻ MBBS അല്ലേ? ഇല്ല, ഞാൻ 10ാം ക്ലാസ് ഫെയിൽഡ് ആയിരുന്നു. ആ സമയത്ത് അതിന് സ്റ്റോറി ഉണ്ട്. ശരിക്കും ഞാൻ 10ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ ഈ കലാപരിപാടി ഇത്തിരി കൂടുതലായിരുന്നു. തൊട്ടടുത്ത് തന്നെയായിരുന്നു ഉപജില്ലാ കലോത്സവം കഴിഞ്ഞപ്പോൾ പരീക്ഷ സമയമായി. അപ്പൊ എന്നെ ഒരു ടീച്ചറാണ് കൊണ്ടുവരുന്നത് ഈ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട്. ടീച്ചറിന് ടെൻഷനായി. അപ്പൊ എങ്ങനെ ചെയ്യിപ്പിക്കണം എന്നുള്ളതിൽ ടീച്ചർ പറഞ്ഞ് നിനക്ക് ട്യൂഷൻ എടുക്കണം അത്യാവശ്യമായിട്ട്, കുറച്ച് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിപ്പിച്ചു തരാം, വീട്ടിലേക്ക് വന്നോന്ന് പറഞ്ഞു. കൂട്ടിന് വേണമെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കോളാൻ പറഞ്ഞു. ഞാനൊരു 9 പേരെ കൂട്ടുകാരോട് കൂട്ടിച്ചെന്നു. അവിടെ 10 പേര്. അങ്ങനെ ട്യൂഷൻ തുടങ്ങി ടീച്ചർ അവിടെ. ട്യൂഷൻ തുടങ്ങി പിന്നെ നന്നായിട്ട് അങ്ങനെ പഠിച്ചു പോയി. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ കൂട്ടിന് കൊണ്ടുപോയ 9 പേരും ജയിച്ചു, ഞാൻ മാത്രം തോറ്റുപോയി. ഇവിടെ തോറ്റുപോയി. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഒരു ദിവസം പറയണ വീട്ടിൽ വന്നപ്പോ, എടാ നീ തോറ്റത് നന്നായി, നീ അന്ന് ജയിച്ചെങ്കിൽ എന്തെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് നീ എന്തെങ്കിലും ജോലി മേടിക്കും, പക്ഷെ നീ പരിപാടിക്ക് ഇങ്ങനെയൊന്നും വരില്ലല്ലോ എന്ന് പറഞ്ഞു. അതെ, മലയാളികൾക്ക് ഒരു വൻ നഷ്ടമായത്. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത് ഈ ആമാശയത്തെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ടൊരു ആമാശയം ഉണ്ടായത് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഒരു പടം ഉണ്ടായിരുന്നു, മുഖത്തിനോട് അസോസിയേറ്റ്. അപ്പൊ അതിന് ഞാനൊരു പോലീസിന്റെ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ കൂടെ ഒരു വിജയേട്ടനുണ്ട്. അപ്പൊ ഞങ്ങൾ ഷൂട്ടിംഗ് ഒരു ഉച്ചക്ക് നിർത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ഫുഡ് കഴിച്ചിട്ട് പോരും എന്ന് പറഞ്ഞു. ഈ വിജയേട്ടൻ എന്നോട് പറഞ്ഞു, സുധീര കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആമാശയത്തിനൊക്കെ അത് ദോഷമായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് ഫസ്റ്റ് വരി അങ്ങോട്ട് കിട്ടി, ആമാശയം. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഡോക്ടർ, അദ്ദേഹത്തിന് വിളിച്ചിട്ട് ചെറുകുടൽ വൻകുടലൊക്കെ എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് ആ പാട്ട് ഞാൻ പൂർത്തീകരിച്ചു. അപ്പൊ അത് ഇവിടെ കേട്ടോ. പൊൻകുടലിൻ മീതെ സൈലന്റ് സ്ഥിതി ചെയ്യുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശപിശയും ദഹിപ്പിച്ചു കളയുന്നു. സായന്ത് മോൻ തിന്നോരാപ്പിൾ ലേശം ചീഞ്ഞതായി